രാവിലെ ഇഞ്ചിയൊക്കെ ചതച്ചൊരു ചായ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കർ അടപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ആ സവാളയും 2-3 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, കാബേജ് ഇതെല്ലാം ഇച്ചിരി ഉപ്പിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഇച്ചിരിച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ആ പാസ്ത കഴുകിയതോടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അത് നികക്കെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് ഒരു വിസിലടിച്ചെടുക്കുകയെ. അപ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിലെ സാധനം കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നത് അതെല്ലാം ഇപ്പോൾ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും കുക്കറിൽ വിസിൽ വന്ന് ഞാനിപ്പോൾ തുറന്നിട്ട് അതിൽ ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായേ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം അനന്നുണ്ണെ അരിയൊക്കെ കഴുകിയിട്ടു. ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കേണ്ടവർക്കൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ടൊമാറ്റോയും വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഉരുളൻ കിഴങ്ങും എല്ലാം കൂടെ അടപ്പത്തിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇച്ചിരി മീനിൻ്റെ തലയും വാലും എല്ലാം കൂടെ അച്ചാറെടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതൊന്ന് കറി വയ്ക്കണം. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും, ഗരം മസാലയും എല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകണ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി ഉലുവയും കടുകും ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 6-7 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിലിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കിയതിന് ശേഷം അത് ഈ ചട്ടിയിലിട്ട് മസാല നന്നായി മൂക്കുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ. അതിനുശേഷം പുളിയും പുളിവെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും എല്ലാം ചേർത്ത് അരപ്പ് തിളയ്ക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളൂടെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 കറിവേപ്പില ഇട്ട് ഉലുവാപ്പൊടിയും ചേർത്തിട്ട് അതൊരു 10-15-20 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് അത് വറ്റി വെന്ത് വരും. ഇപ്പോൾ ഇത് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് അവിടെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കപ്പ ഉണ്ടായിരുന്നു. ഞാൻ ആ കപ്പയൊന്ന് 2 ഊറ്റി. പക്ഷേ അത് ചൊവ്വിനങ്ങോട്ട് കുഴയുന്നില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിൽ അത് വീണ്ടും ഇട്ടിട്ട് അതിൻ്റെ അകത്ത് അരപ്പ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചെടുക്കുവേ. അപ്പോൾ മീൻകറി ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ താണ്ട നന്നായി കുറേയും കൂടെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ കപ്പയിൽ ഞാൻ ഒരു വിസിലടിച്ചതിന് ശേഷം അതൊന്ന് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ വെന്തന്നേ ഉള്ളില്ല, ഊറ്റിയ കപ്പ പോലെ ഇരിക്കുക. അതങ്ങോട്ട് നന്നായി കുഴയുന്നില്ല. പിന്നെ ഞാൻ ഇടിക്കല്ലും കൊണ്ടൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് കുറേ നേരം കുഴച്ചിട്ടാണ് അത് നന്നായി ഒന്ന് കുഴഞ്ഞ് കിട്ടിയത്. ഇവിടെ പിള്ളേർക്ക് നന്നായി കുഴഞ്ഞിരിക്കണം. എന്തു വന്നേലും കുഴച്ചെടുത്തു. അപ്പം ഞാൻ ഇച്ചിരി കപ്പ തിന്നാൻ പോവാ, കപ്പയും തലയും കൂടെ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.